2025 ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആം ആദ്മി പാർട്ടിയിൽ വമ്പൻ രീതിയിലുള്ള കലാപം തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആം ആദ്മി പാർട്ടിക്കെതിരെ തക്കം നോക്കി നിൽക്കുന്ന BJPക്കും കോൺഗ്രസിനും ഇത് വലിയ ആശ്വാസമായി മാറുകയാണ്. ആം ആദ്മി പാർട്ടി നമുക്കറിയാം 3 തവണ ഡൽഹിയിൽ വിജയിച്ച പാർട്ടിയാണ്. എന്നാൽ ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അദ്ദേഹം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലെ ചില MLA-മാർ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് വിമത സ്വരം പുറത്തെടുക്കുന്നു, അല്ലെങ്കിൽ വിമത മനോഭാവത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ സീലംപൂർ MLA ആയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ അദ്ദേഹം പാർട്ടി വിട്ടതോടുകൂടി തന്നെ പാർട്ടിയുടെ അടിത്തറ ചില ഭാഗങ്ങളിൽ ഇളകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. രണ്ടാമതായി ത്രിലോക്പുരി MLA രോഹിത് കുമാറാണ് അരവിന്ദ് കെജ്രിവാളിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കൊള്ളക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും വലിയ ഏജന്റായി മാറി എന്നാണ് അദ്ദേഹം തെളിവ് സഹിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അണ്ണാ മൂവ്മെന്റ് മുതലുള്ള പഴയ നേതാക്കളെ എല്ലാം അരവിന്ദ് കെജ്രിവാൾ തഴയുന്നു എന്നാണ് രോഹിത് കുമാർ പറയുന്നത്. അണ്ണാ മൂവ്മെന്റിലൂടെ വളർന്നു വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാളും. രോഹിത് കുമാറിന് പകരം ത്രിലോക്പുരി മണ്ഡലത്തിൽ അഞ്ജന പരാച്ച എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ് ഇപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അണികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പോരാത്തതിന് രോഹിത് കുമാർ പറയുന്നത് താൻ ആത്മാഭിമാനിയാണ് എന്നാണ്. തനിക്ക് മുഖസ്തുതി അറിയില്ല. പോരാത്തതിന് നേതാക്കളുടെ വീടുകൾ കയറിയിറങ്ങി തിണ്ണ നിരങ്ങാനും തനിക്കറിയില്ല. അവരെ കാണേണ്ട പോലെ കാണാനുള്ള യാതൊരുവിധ വൈദഗ്ധ്യവും തനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ത്രിലോക്പുരിയിലോ അല്ലെങ്കിൽ ന്യൂഡൽഹിയിലോ താൻ മത്സരിക്കും എന്നും അദ്ദേഹം പറയുന്നു. വിമതനായി തന്നെ മത്സരിക്കും. അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കേണ്ടി വന്നാൽ പോലും തനിക്കതിന് മടിയില്ല എന്നാണ് രോഹിത് കുമാർ പറയുന്നത്. കെജ്രിവാളിന് വേണ്ടിയാണ് താൻ പ്രവർത്തിച്ചത് എന്നാണ് രോഹിത് കുമാർ പറയുന്നത്. കെജ്രിവാളിന് യാതൊരുവിധ ഹോൾഡുമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കെജ്രിവാളിന് വേണ്ടി താൻ പ്രവർത്തിച്ചു. കെജ്രിവാളിന് അവിടെ വലിയ രീതിയിലുള്ള ജനപിന്തുണ താൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. വാൽമീകി പ്രദേശത്തും ക്ഷേത്രത്തിലും ഞാനാണ് കെജ്രിവാളിനെ കൊണ്ടുപോയത്. അതുവരെ അവിടെയുള്ള ജനങ്ങൾ കെജ്രിവാളിനെ വീട്ടിൽ പോലും കയറ്റുകയില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. പോരാത്തതിന് ദളിത് സമൂഹത്തിലെ ആളുകളെ വീടാന്തരം കയറിയിറങ്ങി തങ്ങളുടെ ആശയങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അരവിന്ദ് കെജ്രിവാളിന്റെ AAP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് താൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരെ ആകർഷിച്ചു. ചൂൽ എന്ന് പറയുന്ന ചിഹ്നം, AAPയുടെ ചിഹ്നം പുറത്തിറക്കിയപ്പോൾ പോലും താൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു. താനും കെജ്രിവാളും ഒരുമിച്ച് നിന്ന് സ്നേഹം പങ്കിട്ടുകൊണ്ടാണ് അത് പുറത്തിറക്കിയത് എന്നും അദ്ദേഹം പറയുന്നു. പോരാത്തതിന് അരവിന്ദ് കെജ്രിവാളിന്റെ 7 സ്റ്റാർ റിസോർട്ടിനെ കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ ന്യൂസ് ഇന്ത്യ തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ശീഷ് മഹലിനെയും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. ആ ശീഷ് മഹലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, എന്തിനാണ് 50 മുറികളുള്ള ഒരു കൊട്ടാരം അരവിന്ദ് കെജ്രിവാളിന്? എനിക്ക് 3 മുറിയുള്ള ഒരു വീട് പോലും അധിക ബാധ്യതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മോഷ്ടാക്കൾക്കും കൊള്ളക്കാർക്കുമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ടിക്കറ്റ് നൽകുന്നത് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളും നിരത്തുന്നുണ്ട്. രക്തസാക്ഷിയായ സന്തോഷ് കോലിയെ കൊലപ്പെടുത്തിയ പ്രതിയായ വീർ സിംഗ് ഡിങ്കന് ടിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ AAP എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വീർ സിംഗ് ഡിങ്കൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇതിൽ പ്രതിയാക്കാനായി ഏറ്റവും അധികം ഉത്സാഹിച്ചത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. തങ്ങൾ സഖാവെന്ന് വിളിച്ചിരുന്ന സന്തോഷ് കോലിയുടെ മരണത്തിൽ വലിയ ഞെട്ടൽ രേഖപ്പെടുത്തിയ അരവിന്ദ് കെജ്രിവാൾ അന്ന് ഈ കൊലപാതകം നടത്തിയതിൽ വീർ സിംഗ് ഡിങ്കന് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തിരുന്നു. അതേ വ്യക്തിക്കാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പോരാത്തതിന് 15 വർഷം മുമ്പ് ഈ പ്രസ്ഥാനം, അതായത് അണ്ണാ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ് താൻ എന്നും രോഹിത് കുമാർ പറയുന്നു. മുതിർന്ന നേതാവായിട്ടുള്ള ദിലീപ് പാണ്ഡെയ്ക്കും സീറ്റ് കൊടുക്കാത്തതിൽ അണികൾ AAPയിൽ കലാപം തുടങ്ങിക്കഴിഞ്ഞു. ദിലീപ് പാണ്ഡെ എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ള AAPയുടെ ഒരു MLA തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിമർപുരിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം. അവിടെയുള്ള മുഴുവൻ വിഭാഗവും ഇദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഒരേ സമയം സ്ഥാനം രാജിവെച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. പോരാത്തതിന് 2025 തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പ്രവർത്തിക്കില്ല എന്നും അവിടെയുള്ള അണികൾ പറഞ്ഞിട്ടുണ്ട്. ഋതുരാജ് പ്രവീൺ, ജൽവാൾ, രാജേഷ് ഋഷി എന്നിവർക്കെല്ലാം ടിക്കറ്റ് കട്ട് ചെയ്തതും വലിയ രീതിയിലുള്ള അമർഷം ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി പിളർന്ന് നാശക്കോട്ടയായി മാറുകയാണ്. ഈ സാഹചര്യം മുതലെടുക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.